Hi, hello. I am Aravind. Welcome back to my YouTube channel. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങണമെന്ന് ഇനി തുടങ്ങിയിട്ട് ഇതുവരെ വീഡിയോയ്ക്കൊന്നും വ്യൂ ഇല്ല, ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആയില്ല എന്ന് വിഷമമുള്ളവർക്ക് വേണ്ടി ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു. യൂട്യൂബിൽ നല്ല വീഡിയോ ഇടുക, നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, അത് കുറേ പേര് കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുക, അത് നമ്മുടെ വീഡിയോ കണ്ട് പലരും അതിന്റെ ആസ്വാദനം മൂലം വേറെ കുറെ പേര് കാണുന്നു, അത് ഷെയർ ചെയ്ത് പോകുന്നു, വൈറലാവുന്നു, അങ്ങനെ നമ്മുടെ ചാനൽ ഹിറ്റാവുന്നു. ഇതായിരിക്കും എല്ലാവരുടെയും മനസ്സിൽ യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുക എന്നുള്ളതിൽ പ്രധാന ഉദ്ദേശം. ഇത് മാത്രമല്ല, മോണിറ്റൈസേഷൻ കിട്ടുന്നു, 1000 സബ്സ്ക്രൈബേഴ്സ് ആവുന്നു, 4000 വാച്ച് അവർ ഫില്ലാവുന്നു, അങ്ങനെ അതുവഴി വരുമാനം ഉണ്ടാക്കുക എന്നും കുറെ പേർക്ക് ആഗ്രഹമാണ്. എന്നാൽ ഇതുപോലെ ഒരു ദിവസം കൊണ്ട് കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങി ഹിറ്റായി വൈറലായ ഒരു ചാനലും നമുക്ക് ഈ യൂട്യൂബിലൊന്നും കാണാൻ പറ്റത്തില്ല. ഈ പോകുന്ന വഴിക്ക് നമുക്ക് കണ്ടുമുട്ടാൻ പറ്റുന്ന എല്ലാ ചാനലിലും നല്ല വളരെ അധികം അളവിൽ ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തതിനു ശേഷമാണ് ഓരോ കണ്ടന്റ് ക്രിയേറ്റേഴ്സും കയറി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വലിയ വലിയ ചാനലുകളായി മാറിയതും ഇപ്പോൾ അവർക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളതും അങ്ങനെയാണ് ചാനൽ മോണിറ്റൈസ് ആയത്. ആദ്യത്തെ 1000 സബ്സ്ക്രൈബേഴ്സാണ് ഇതിന്റെ പ്രധാന നാഴികക്കല്ല്. പിന്നെ അങ്ങോട്ട് കയറി പൊക്കോളം എന്നാണ് പറയുന്നത്. അങ്ങനൊന്നുമില്ല. നമ്മൾ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങി, ഇപ്പൊ ഞാനിപ്പോ എന്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, നമ്മൾ വീഡിയോ റെഗുലറായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, വീഡിയോ അഥവാ ഷോർട്സ് ഏതായാലും റെഗുലറായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഒരു കൺസിസ്റ്റൻസി നമ്മൾ പുലർത്തുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബേഴ്സും അതുവഴി വ്യൂസും അങ്ങനെ നമ്മുടെ വാച്ചവറും കാര്യങ്ങളെല്ലാം കയറി പൊക്കോളും. കൺസിസ്റ്റൻസി ഈസ് എ കീ ടു ബിക്കം എ പെർഫെക്റ്റ് യൂട്യൂബർ. അപ്പം വീഡിയോ ഇപ്പം ഞാനിപ്പം ആകെ 2-3 ആഴ്ചയായുള്ളൂ ഒരു വീഡിയോ ഇട്ട് തുടങ്ങിയിട്ട്. അപ്പം ആദ്യമായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അതിന് കിട്ടിയ കുറെ അഭിപ്രായങ്ങളും കമന്റ്സും കുറച്ച് ലൈക്കും കുറച്ച് വ്യൂസും ആണ് എൻ്റെ അടുത്ത വീഡിയോയ്ക്കുള്ള എൻ്റെ മോട്ടിവേഷൻ. അപ്പം ഞാൻ പുറകെ 3-4 വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഓരോ വീഡിയോ ഇടുമ്പോഴും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്. പുതിയ ആൾക്കാർ വന്ന് കാണുന്നുണ്ട്, പുതിയ ആൾക്കാരുകൾ അഭിപ്രായം പറയുന്നുണ്ട്, കുറെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് തന്നെ ഒരു സെൽഫ് ആയിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടു, ഇത്രയും പേര് കണ്ടു എന്ന് ആലോചിക്കുമ്പോഴൊരു സന്തോഷം അത് വേറെയാണ്. ഒരുപാട് സമയം ഉള്ളതുകൊണ്ടോ ഒരു ഫുൾ ടൈം യൂട്യൂബർ ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് താല്പര്യം ഉള്ളതുകൊണ്ടോ ഒന്നുമല്ല. ഉള്ള സമയത്ത് വർക്കിന്റെ ഇടയിലൊക്കെ നമ്മളൊരു വീഡിയോ എടുക്കുന്നു, അത് എഡിറ്റ് ചെയ്യുന്നു, അതിങ്ങനെ പോസ്റ്റ് ചെയ്യുന്നു, ഒരു രസമാണ്. അപ്പം നമുക്ക് എപ്പോഴും ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടുക, അതുവഴി മോണിറ്റൈസേഷൻ കിട്ടുക, അങ്ങനെ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളൊരു ആഗ്രഹത്തോടെ ഒരാൾ യൂട്യൂബിൽ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒന്നും കിട്ടുന്ന കാര്യമില്ല. സമയമെടുക്കും. നല്ല കണ്ടന്റ്സ്, ഗുഡ് ക്വാളിറ്റി കണ്ടന്റ്സ് അപ്ലോഡ് ചെയ്യുക, അത് കാണാൻ നമുക്ക് വേണ്ടി വ്യൂവേഴ്സ് പതുക്കെ ആയി വരും. അങ്ങനെ ചാനൽ കയറി പൊക്കോളും. എങ്ങനെയായാലും കയറും. ഇതുവരെ തുടങ്ങിയ ഏതൊരു യൂട്യൂബ് ചാനൽ നിങ്ങൾ നോക്കിയാൽ മതി, അതിനകത്ത് ആദ്യത്തെ വീഡിയോസിന് കിട്ടിയ വ്യൂസ് അല്ല പിന്നെ വീഡിയോസ് അത് കയറി വരും. ആ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടി വരും. പിന്നെ ഇന്നത്തൊക്കെ പ്രധാനമായിട്ടുള്ളത് യൂട്യൂബിന്റെ ഒരു ആൽഗോരിതം തന്നെയാണ്. അത് ആ ഒരു വഴിക്ക് അത് കയറി വരുള്ളൂ. നമ്മൾ ഏതൊരു വീഡിയോ ഇട്ടാലും യൂട്യൂബിന് തന്നെ തോന്നണം നമ്മളെ വീഡിയോ ആൾക്കാർ കാണുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ യൂട്യൂബിലുണ്ടാകുമ്പോൾ ഈ വീഡിയോ കുറെ പേരെ ഫ്രണ്ടിലേക്ക് എത്തിക്കും. അപ്പം ആ വീഡിയോ അവർ ക്ലിക്ക് ചെയ്യുന്നു, കാണുന്നു, അങ്ങനെയാണ് വ്യൂ കയറുന്നത്. ഇതിനകത്ത് കുറച്ച് പേര്, ഒരു 1000 പേര് കണ്ടു കഴിഞ്ഞാൽ 2 പേര് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നി കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അത്രയും കൂടും. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരുടെ ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഒരു ചാനൽ തുടങ്ങുമ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടാവും. ലൈക്ക് ഇപ്പം വീഡിയോ എടുക്കുന്നത് തന്നെ ഏത് റെസൊല്യൂഷൻ, ഏത് ഫോർമാറ്റിൽ എടുക്കണം, അത് ഏത് ആപ്ലിക്കേഷനിൽ കൊണ്ട് എഡിറ്റ് ചെയ്യണം, അതിനകത്ത് ഓഡിയോ എങ്ങനെ ചെയ്യണം, ആ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യണം, അങ്ങനെ തുടങ്ങി ഒരുപാട് ഡൗട്ടുകൾ വേണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഈ ഡൗട്ടുകൾ വരുമ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യും. യൂട്യൂബിൽ തന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും, അല്ലാണ്ട് പലരും ചോദിച്ചിട്ടും ഒക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് ഓരോ വീഡിയോ കഴിയുമ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ആയി വരും. ഇങ്ങനെ ഇമ്പ്രൂവ് ആയി വരുമ്പോഴാണ് നമ്മുടെ ചാനലിൻ്റെ ഒരു പ്രോഗ്രസ് ബാക്കിയുള്ളവരിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, നല്ല യൂട്യൂബ് വീഡിയോസ് വന്ന് നമുക്ക് നല്ല വ്യൂ കിട്ടണം, യൂട്യൂബ് ചാനലിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് കൺസിസ്റ്റൻസിയാണ്. രണ്ടാമത്തത് ഗുഡ് ക്വാളിറ്റി നമ്മളൊക്കെ കൊണ്ട് പറ്റുന്ന അത്ര മാക്സിമം. ഫോണിലാണെങ്കിൽ ഫോണിൽ, ഐഫോണെങ്കിൽ ഐഫോൺ, ക്യാമറ ഏതിലാന്ന് വെച്ചാൽ ഗുഡ് ക്വാളിറ്റിയിൽ എടുക്കുന്ന ഡിവൈസ് ആവട്ടെ, അതിൻ്റെ ഫർദർ
അടുത്ത എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആവട്ടെ, എല്ലാം നമ്മൾ ഓരോ വീഡിയോ കഴിയുമ്പോൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. മൂന്നാമതായിട്ട് വേണ്ടതാണ് ഒറ്റമൈൻഡ്. നമ്മൾ ഒരു വീഡിയോ എടുക്കണം അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടണം എന്ന് ചിന്തിക്കുമ്പോൾ കുറേ നെഗറ്റീവൊക്കെ കാണും. കൂടെ ഉള്ളവർ തന്നെ ആയിരിക്കും നെഗറ്റീവ് പറയുന്നതിൽ 90%. എങ്കിലും നമുക്കൊരു വീഡിയോ എടുക്കാൻ തോന്നി, നമുക്കൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിടണം എന്നൊക്കെ തോന്നുമ്പോൾ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അതങ്ങ് ചെയ്യുക. അത് ചെയ്താൽ അത് ഹിറ്റാവും, അത് ആൾക്കാർ കാണും എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത് ചെയ്യുക തന്നെ വേണം. ചിലപ്പോൾ നിങ്ങളുടെ ചാനലിനെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരൊറ്റ വീഡിയോ ആയിരിക്കും. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തമ്പനയിൽ എത്രത്തോളം അട്രാക്റ്റീവ് ആക്കണോ അത്രത്തോളം ആകണം. അട്രാക്റ്റീവ് മീൻസ് ഒരാൾ നമ്മുടെ വീഡിയോ എടുത്തു നോക്കാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് നമ്മുടെ തമ്പനയിൽ കണ്ടിട്ട് മാത്രമായിരിക്കും. പിന്നെ ഉള്ളൊരു പ്രധാന കാര്യമാണ് എഡിറ്റിംഗ്. എഡിറ്റിങ്ങിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ബോധർ ചെയ്യണ്ട. തുടക്കമൊക്കെ നമുക്ക് ഏതൊരു ഇപ്പം ഫോണിൽ തന്നെ ആണെങ്കിൽ പോലും നമുക്ക് ഈവൻ ക്യാപ്കട്ട്, ഇൻഷോട്ട് അങ്ങനെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഇൻഷോട്ടിലാണ് എല്ലാം എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്ത് പഠിക്കുക. പതുക്കെ ഇമ്പ്രൂവ് ആയിക്കോളും, ഓട്ടോമാറ്റിക്കലി ആയിക്കോളും. ആദ്യത്തെ വീഡിയോസൊക്കെ ഭയങ്കര സമയം എടുക്കും, ഇതൊക്കെ ആയിരിക്കും. പതുക്കെ കയറി വന്നോളൂ. പിന്നെ എല്ലാവർക്കും തോന്നുന്നുണ്ടാവും ഞാൻ അത്ര പ്രോ ആയി വന്നിട്ടൊന്നുമില്ല, ഒരു തുടക്കക്കാരനാണ്. ഒരു തുടക്കക്കാരന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവും. അത്ര തന്നെ ഉള്ളൂ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. ഇതുപോലുള്ള നല്ല നല്ല കണ്ടന്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും എത്താം. അപ്പം ശരി, ബൈ.